വചനമൊഴി മാർച്ച് 5. വചനഭാഗം റോമ 2:12-24, മത്തായിയുടെ സുവിശേഷം 6:5-8. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെയാകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് അദൃശ്യനായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. എന്തെന്നാൽ അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. എന്തെന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിനു മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ആധ്യാത്മികതയുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കാവുന്ന മലയിലെ പ്രസംഗത്തിന്റെ ഭാഗമായി പ്രാർത്ഥനയെക്കുറിച്ചുള്ള മനോഭാവം എന്തായിരിക്കണമെന്നും എപ്രകാരം പ്രാർത്ഥിക്കണമെന്നും ഈശോ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത്. ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഉത്തമമായ പ്രാർത്ഥനയുടെ ഉദാത്തമായ മാതൃകയാണ്. പരാതികളും പരിഭവങ്ങളും മാത്രം നിരത്തി പരിഹാരങ്ങൾ തേടുന്ന നിലയിലാണ് സാധാരണ പ്രാർത്ഥനകൾ. ആവശ്യങ്ങൾ അറിയിക്കാനുള്ള പരാതി പരിഹാര ഫോറം പോലെയാണ് നമ്മിൽ പലർക്കും പ്രാർത്ഥനകളിൽ സാധാരണയായി വ്യക്തിഗതമായ പ്രാർത്ഥനകളാണ് കൂടുതൽ. ഞാൻ, എനിക്ക് എന്നീ വാക്കുകളുടെ സ്വാധീന വലയത്തിലാണ് നാം പലപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്നത്. ഈശോ പഠിപ്പിച്ചത് ബഹുവചന രൂപം ചേർത്ത പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. ഐക്യമാണ് എല്ലായിടത്തും വേണ്ടത്. പ്രാർത്ഥനയിൽ പോലും ദൈവം ഒരു സ്വകാര്യ സ്വത്തല്ല, എല്ലാവരുടേതുമാണ്. അങ്ങനെ അറിയപ്പെടാനാണ് അവിടുത്തേക്ക് ഇഷ്ടം. പ്രാർത്ഥനയുടെ നിമിഷത്തിൽ നാം സ്വാർത്ഥതയുടെ ലാഞ്ചന പോലും ഇല്ലാത്തവരാകണമെന്ന ഉദ്ദേശത്തിന് ഞങ്ങളുടെ എന്ന ബഹുവചന രൂപത്തിലാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ പ്രാർത്ഥനയിൽ മനുഷ്യജീവിതത്തിന് വേണ്ട ആത്മീയതയുടെ അടിസ്ഥാന പാഠങ്ങളെല്ലാം നൽകുന്നുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക, മനുഷ്യരുമായി രമ്യതയിൽ ജീവിക്കുക, അന്നു വേണ്ടുന്ന അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുക. ഈ 4 കാര്യങ്ങളാണ് മനുഷ്യജീവിതത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഈശോ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥനകൾ കൂടുതൽ അർത്ഥപൂർണമായി ജീവിക്കുവാൻ, പ്രാർത്ഥനകൾ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഈ വചനം നമുക്ക് ഇന്ന് മനസ്സിൽ സൂക്ഷിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.